നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ കാണാൻ വേണ്ടി വന്നിങ്ങനെ FDFS വിത്ത് ഫാൻ ഷോ മാർവൽ ഫാൻസ് കേരളയിലെ പിള്ളേരായിട്ട്. താങ്ക് യു മച്ചാനെ. സിനിമ കണ്ട് വീട്ടിലെത്തി. ഇന്ന് ബാക്കി 3 സിനിമകൾ കാണാൻ ബാക്കി കിടപ്പുണ്ട് കേട്ടാ. പക്ഷെ എൻ്റെ മോനെ, ഈ സിനിമ രണ്ടാമത് ഞാൻ ബുക്ക് ചെയ്ത് നന്നായി. PXL രാത്രി ഞാൻ ഒന്നുകൂടി കാണാൻ പോകുന്നുണ്ട്. ജീസസ് റിവൈവ്ഡ് മാർവൽ. മാർവലിൻ്റെ സിനിമകളൊന്നും മര്യാദക്ക് പോകുന്നില്ല. മാർവലിൻ്റെ കഥ കഴിഞ്ഞു, എൻഡ് ഗെയിമിന് ശേഷം എല്ലാം തീർന്നു എന്ന് പറഞ്ഞ ആൾക്കാരുടെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഡെഡ്പൂളും വോൾവറൈനും കൂടി അണ്ണാക്കിൽ കത്തി കുത്തിക്കയറ്റിയും തോക്കെടുത്ത് അണ്ണാക്കിലാണ് വെടിവെച്ച് വെച്ചേക്കണത്. അമ്മതിരി കിട്ടിലും പടോടെ വേറെ ഒന്നും ഈ വീഡിയോ നിങ്ങൾ കാണണ്ട. ബാക്കി നേരെ ടിക്കറ്റ് എടുത്ത് പൊയ്ക്കോ മക്കളെ. മാർവൽ ഇസ് ബാക്ക്. ഇവർ മാർവലിനെ രക്ഷിച്ച് വേറെ ലെവലിലെത്തിച്ച്. മാർവൽ ഏത് ലെവലിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചോ ആ ലെവലിലേക്ക് തിരിച്ചെടുത്ത് വെച്ച് ഹ്യൂ ജാക്മാനും റയാൻ റെയ്നോൾഡ്സും ഷോൺ ലെവിയും കൂടി. എൻ്റെ അളിയ അമ്മാതിരി കിടിലം പടം. കിടിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി കിടിലം പടം. ക്യാമിയോസിന്റെ അപ്പം കളിയാണ്, അയ്യര് കളിയാണ്. അത്രയധികം ക്യാമിയോസ് ഉണ്ട്. ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ വരുമ്പോൾ കിള്ളിക്കൂട് പറക്കും നിങ്ങളുടെ കാര്യം. ഞാൻ കട്ട ഒരു ബാറ്റ്മാൻ ഫാനാണ്. ബാറ്റ്മാൻ ടാറ്റു വരെ അടിച്ചിരിക്കുന്ന ആളാണ്. പക്ഷേ DCEUന് കിട്ടേണ്ട ഒരു അണ്ണാക്കിലടി ഉണ്ട് ഇതിനകത്ത്. ആ ഒരു നടനീനകത്ത് വരുമ്പോ ഉണ്ടല്ലോ എൻ്റെ അളിയ, മാർവല് DCയുടെ ചെകിടത്തടിച്ചു വെക്കണം. അടിച്ച് ചെപ്പക്കുറ്റി പൊളിച്ചു കളഞ്ഞു. അമ്മാതിരി ഒരു ക്യാമിയോ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ക്യാമിയോയുടെ അയ്യര് കളിയുണ്ട് ഇതിനകത്ത്. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിടിലം പടം. എൻഡ് ഗെയിമിന് ശേഷം നോവേ ഹോമിന് ശേഷം, നോവേ ഹോം വേറെ ലെവലായിരുന്നു. അതിൽ ആ ക്യാമിയോസും സാധനങ്ങളൊന്നും. പക്ഷെ ഇത് അതുക്ക് മേലെടാ, അതുക്ക് മേലെ. ദിസ് ഗോസ് ഡൗൺ ഇൻ മൈ ടോപ്പ് 5 മാർവൽ മൂവീസ്. അമ്മാതിരി സാധനമായിരുന്നു. ഒന്നാമത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ് വുൾവറിൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ക്യാപ്റ്റൻ അമേരിക്ക. അയ്യോ എൻ്റെ പൊന്നെ. അപ്പോൾ ഞാൻ ഈ കൂടുതലൊന്നും പറയണം. നിങ്ങൾ കണ്ടു നോക്കുക. അമ്മാതിരി കിടിലം പടം, കിടിലം. റയൻ റെയ്നോൾഡ്സ്, താങ്ക് യു സോ മച്ച് ബ്രദർ ഫോർ റിവൈവിങ് മാർവൽ ആൻഡ് ബ്രിങ്ങിങ് ഹ്യൂ ജാക്മാൻ ബാക്ക് ടു അസ്. ദ ഒറിജിനൽ ഗോട്ട് ക്യാരക്ടേഴ്സാണ് ഇപ്പം വോൾവറിനും നമ്മുടെ ലോക്കിയും നമ്മുടെ ഡെഡ്പൂളൊക്കെ. കാരണം എൻ്റെ മനസ്സിൽ വേറൊരു ആക്ടറിനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂല. ഇതൊരു ട്രൂ ഹൊമാജ് ആണ് എക്സ്മെൻ എന്ന് പറഞ്ഞ മാർവലിൻ്റെ ആ ഒരു ലെഗസിയുടെ. ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസിനെ ഇവർ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കൊണ്ട് അവർക്ക് ഇതിനും വലിയ ട്രിബ്യൂട്ട് കൊടുക്കാനില്ല. അമ്മാതിരി കിട്ടിയ ബ്രയൻ സിംഗർ. എൻ്റെ പൊന്നെ, ഈ ഫോക്സിന്റെ എക്സ്മെന്റെ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെറ്റ് റാറ്റ്നർ, ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു കിടിലൻ രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന ഒരു പടം. അത്രയും പെശകായിരുന്നു, അത്രയും കിടിലൻ പടം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് മറ്റേ ഈ ചുറ്റൊന്ന് കാണാൻ പറ്റുള്ള അങ്ങനത്തെ ഒരു പടം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടത് നമ്മുടെ മാർവൽ ഫാൻസ് കേരള പിള്ളേരുടെ കൂടെയാണ്. അന്യായ വൈബ്, അടിപൊളിയായിട്ട് ഷോ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോ തുടങ്ങാൻ ഇത്തിരി വൈകാതെ വേറെ ഒന്നും കൊണ്ടിട്ടില്ല. ഗസ്റ്റായിട്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും കുറച്ച് പേര് എത്തിച്ചേരാണ്ടായിരുന്നു. അവർ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റായി പോയി. പക്ഷേ 7:15 ആയപ്പോഴേക്കും ഷോ തുടങ്ങി. 7 മണിക്കാണ് ഷോ പറഞ്ഞിരുന്നത്. അതിന് മുന്നേ ഒരു ട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു നമ്മുടെ മാർവൽ ഫാൻസ് കേരളയുടെ വകയായിട്ടുള്ളത്. അവർ ഒരു അടിപൊളി വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിടിലൻ എഡിറ്റ് ആയിരുന്നു. ഇതൊക്കെ കൂടാണ്ട് മാർവൽ ഇന്ത്യയുടെ സ്റ്റാഫ് ഈ ഇവന്റ് കവർ ചെയ്യാനായിട്ട് അവരെ ആള് വിട്ട് അവർ ഒഫീഷ്യൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് വൈകാതെ മാർവൽ ഇന്ത്യയുടെ ചാനലിൽ എവിടെയെങ്കിലും വരുമായിരിക്കും. താങ്ക് യു സോ മച്ച് മാർവൽ ഫോർ ദ സപ്പോർട്ട്. പണ്ട് ഞാൻ ഫാൻ ഷോ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം നടത്തിയപ്പോൾ എനിക്ക് തന്ന സപ്പോർട്ട് ഇത്തവണ ഇവർക്കും കൊടുത്തു. വളരെയധികം സന്തോഷം. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഈ ലെവലിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ
നമുക്ക് മാർവൽ ഇന്ത്യയിൽ നിന്നും നമുക്ക് സോഷ്യൽ മീഡിയ കവറേജ് ഒന്നും ആരെങ്കിലും വന്നില്ലെങ്കിൽ പോലും അവരുടെ സപ്പോർട്ട് അടിപൊളിയായിരുന്നു. നമുക്ക് അന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തവണ ഞാനിത് പുറമേ നിന്ന് ഒരു പ്രേക്ഷകനായിട്ട് കണ്ടപ്പോൾ ഒരു ടിക്കറ്റ് വാങ്ങി അവിടെ ചെന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ ചെന്ന ആൾ, അല്ലെങ്കിൽ സിനിമ അവരുടെ കൂടെ ഇരുന്ന് കാണാൻ ചെന്ന ആൾ നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഓർമ്മകളായിരുന്നു, ഭയങ്കര നൊസ്റ്റാൾജിക്കായിരുന്നു. ഞാൻ നടത്തിയ ഷോയിൻ്റെ ഒരു വൈബും അങ്ങനെ ഒരു ഞാൻ എം സിനിമാസിൽ വെച്ചിട്ടാണ് ചെയ്തത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം രാവിലെ 6 മണിക്കാണ് ഞാൻ ചെയ്തത്. എൻ്റെ വളരെയധികം അടുത്ത സുഹൃത്തായ അബി ഇപ്പോൾ കാനഡയിലാണ്. അബി ഇത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷവും. കാരണം നിന്നെ ഞാനിന്ന് മിസ് ചെയ്തടാ, ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. അവൻ ഓൾറെഡി പടം ഇപ്പം ഐമാക്സ് GT കണ്ടിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ആളിയാ ശരിക്കും നിന്നെ മിസ് ചെയ്ത്. ഈ വൈബ് നീ ഉണ്ടാവണമായിരുന്നു. ഞാനത് ഈ വീഡിയോയിലൂടെ പറയണേണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. അതുകൂടാണ്ട് ഈ സിനിമ ഇത് വേണമായിരുന്നു, അത്യാവശ്യമായിരുന്നു ഈ സിനിമ. ഇപ്പോൾ മാർവലിൻ്റെ ഒരു പോക്ക് വെച്ചിട്ട് ലോക്കിയാണ് നെടുന്തൂണായിട്ട് നിന്നിരുന്നത് ഒരു പരിധി വരെ, നോവേ ഹോമും. പക്ഷേ കിട്ടിയിടാ നമുക്ക് സാധനത്തിന് തിരിച്ചു കൊണ്ടുവന്ന് തട്ടയുടെ മോളിക്കേറ്റ് വെച്ചിട്ടുണ്ട് വീണ്ടും ഡെഡ്പൂളും വുൾവറിനും കൂടി. ഈ ഒരു റീയൂണിയൻ അത്യാവശ്യമായിരുന്നു. ലിറ്ററലി ഈ സിനിമ അവസാനിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനാണ് ഈ സിനിമയുടെയും ഈ സിനിമ MCUക്കും ചെയ്തിരിക്കുന്ന ഒരു കരുത്ത് എന്ന് പറയണത്. ഈ 2 ക്യാരക്ടേഴ്സ് കൂടി ഈ വേൾഡ്, ഈ യൂണിവേഴ്സ് ഇവർ സേവ് ചെയ്തത് എൻ്റെ അള്ളിയാവത്. കുറെ അർത്ഥങ്ങളുണ്ട് ഈ സിനിമയിൽ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന സാധനങ്ങൾ കാണണം. അതിനകത്ത് ഞാൻ ലോക്കി പറയാൻ വിട്ടുപോയി. കാരണം സിനിമകളെ പറ്റി ഞാൻ സംസാരിച്ചോളൂ, സീരീസിനെ പറ്റി പറഞ്ഞില്ല. അതുകൊണ്ടാണ് ലോക്കി പറയാൻ ഞാൻ മറന്നുപോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും കോട്ട് ചെയ്ത് പറയുന്നതാണ്. ഒന്നും കാണാതെ വെറുതെ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തേങ്ങ മനസ്സിലാവില്ല. കാരണം എക്സ്മെൻ്റെ എല്ലാ സീരീസും കണ്ട ഒരാൾക്ക് കെവിൻ ഫൈഗി ആരാണെന്നറിയാവുന്ന, ബ്ലേക്ക് ലിവ്ലി ആരാണെന്നറിയാവുന്ന, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പറഞ്ഞ എക്സ്മെൻ്റെ എല്ലാ മൂവീസും ക്യാരക്ടേഴ്സും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡെഡ്പൂളിലെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവണം. അതുപോലെ സ്റ്റാൻലി ആരാ, അല്ലെങ്കിൽ അങ്ങനെ മാർവൽ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് ഡയലോഗ്സ് വരുന്നുണ്ട്. ഈ റയൻ റെയ്നോൾഡ്സിൻ്റെ ഡെഡ്പൂൾ എന്നുള്ള ക്യാരക്ടർ വേഡ് വിൽസൺ ഒരുപാട് ഡയലോഗ് പറയുന്നത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അറിയണം. അതുകൂടാണ്ട് കുറേ ക്യാമിയോസ് എന്ന് പറഞ്ഞാൽ നോസ്റ്റാൾജിക് ലെവൽ ക്യാമിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമിയോസ് മനസ്സിലാവുള്ളൂ. ഈവൻ ക്യാൻസലായി പോയ ഒരു പടം, നടക്കാതെ പോയി പടത്തിൽ നമ്മൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. ഏതാണെന്ന് ഞാൻ പറയൂല, ആരാണെന്ന് പറയില്ല. പക്ഷേ അന്ന് അവർ ഉദ്ദേശിച്ചിരുന്ന നടനെ തന്നെ ഇവിടെ ക്യാമിയോ വന്നിട്ടുണ്ട്. എൻ്റെ അളി എനിക്ക് എന്ത് സന്തോഷം വരുന്ന പറയുമ്പോൾ അത് കണ്ടപ്പോൾ, ആ നടനെ, ആ ക്യാരക്ടറെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി. ആസ് എ മാർവൽ ഫാൻ ഐ ആം സോ ഡാം ഹാപ്പി, സോ ഡാം ഹാപ്പി. കുറെ നാളായിട്ട് ഇതുപോലൊരു മാർവൽ സിനിമ കാണാൻ വേണ്ടി കാത്ത് ഇങ്ങനെ ഇരുന്നേച്ചത് കൊണ്ട് തന്നടാ നമ്മുടെ ഡെഡ്പൂളും വുൾവറിനും. താങ്ക് യു സോ മച്ച് ഹ്യൂ ജാക്ക്മാൻ ഫോർ എക്സിസ്റ്റിംഗ്. താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ചൈൽഡ്ഹുഡ് ഓസം. അത് ഞാനൊരു ഹെവി ഹാർട്ടിൽ പറയണേ. കാരണം ഏകദേശം 25 വർഷമായി ഈ മനുഷ്യൻ ഈ റോള്, ഈ വുൾവറീൻ എന്നുള്ള റോള്, ലോഗൻ എന്നുള്ള റോള് ചെയ്യുന്നത്. ഗോട്ടാണ്, യുവർ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എനിക്ക് മാർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വുൾവറീന. 2000 ഇറങ്ങിയ എക്സ്മെൻ എന്നുള്ള സിനിമയിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും കിടിലൻ സൂപ്പർ ഹീറോയിലെ ഒരാളാണ്. മാർവലിനെ ഉള്ള സൂപ്പർ ഹീറോസിൽ എൻ്റെ ഫേവററ്റ് അന്നും ഇന്നും എന്നും വുൾവറീനാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. തോറിന് ഇഷ്ടമാണ്, ക്യാപ്റ്റൻ അമേരിക്കനെ ഭയങ്കര ഇഷ്ടമാണ്, അയൺമാൻ ഇഷ്ടമാണ്, പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ ഫോർ മീ മാർവൽ ഇസ് ഇക്വലന്റ് ടു ഹ്യൂ ജാക്ക്മാൻ. സോ ഹ്യൂ, thank you so much brother for existing and for being the greatest of all time Wolverine and Logan. ഇത് ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്താണ്. നിങ്ങൾ പോകുക, കാണുക, തകർത്ത് ആഘോഷിക്കുക. അമ്മാരി കിട്ടില്ലം പടം. എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മാർവൽ മൂവീസ് ഐ ഹാവ് സീൻ. വൺ ഓഫ് ദി ബെസ്റ്റ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി തീർച്ചയായിട്ടും ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം, സിവിൽ വാറാണ് ആക്ച്വലി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. സിവിൽ വാറാണ് എന്നെ സംബന്ധിച്ച്. സിവിൽ വാറും ഇൻഫിനിറ്റി വാറും
പീക്ക് മൂവി ഫോർ മീ ഇൻ മാർവൽ. എന്നാലും ഞാൻ പറയാം 5 ടോപ്പ് 5 മാർവലിൽ വന്ന് ഈ സാധനം. താങ്ക് യു സോ മച്ച്. എത്ര പറയാനുള്ളത്. പോയി കാണുക. ഇത്രയും നിങ്ങൾ എൻ്റെ ഈ ഫുൾ വീഡിയോ ഒന്ന് കാണണ്ട. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിക്കോ. പൈസ വസൂൽ സാധനമാണ്, പൈസ വസൂൽ. പക്ഷേ പ്രൊവൈഡഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, എക്സ്മെൻ ആരാണ്, എക്സ്മെൻ്റെ സിനിമകളെല്ലാം, മ്യൂട്ടൻസ് ആരാണ്, ടൈം വേരിയൻസ് അതോറിറ്റി, TVA, ലോക്കി സീരീസ് സീസൺ 1 and 2, അതുപോലെ തന്നെ വേറെയും കുറേ മാർവലിൻ്റെ സിനിമകൾ പറഞ്ഞു വരുമ്പോൾ വേറെ കുറേ പറയാം. അതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്പോയിലർ ആവും. അത് എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞ ആ സിനിമയുടെ പേര് പറഞ്ഞാൽ പോലും സ്പോയിലർ ആവുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഗോ ആൻഡ് എൻജോയ്. ഇന്ന് വേറെ 3 പടങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന് ഇത് തന്നെയാണ് രാത്രി ഞാൻ PXൽ കാണാം. അത് ഞാൻ നാളെ ഞാൻ ഇട്ടേക്കെ കണ്ടിട്ട് PXL അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ സിനിമ PXൽ കാണാൻ വേറെ ലെവലായിരിക്കും. IMAXിൽ പോയി കണ്ട എല്ലാവർക്കും ഇടില്ല. നമ്മുടെ PXL ഞാൻ ഒരു ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. IMAX കോയമ്പത്തൂരിൽ ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേര് ഇന്ന് മതിക്കും ഈ സിനിമ കണ്ടിട്ട്. അതെനിക്ക് ഉറപ്പാണ്, ഒരു ഡൗട്ടും ഇല്ല അതിൽ. അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് 3D, ഇത് 3Dയിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയല്ല, 2D-ന്ന് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്ത സിനിമയാണ്. അടിപൊളിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ചില 3D സീക്വൻസസ് ഒക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഈ സിനിമയുടെ തുടക്കം ടൈറ്റിൽസ് എഴുതി കാണിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ, ഇമാതിരി കിടിലൻ ഒരു സ്റ്റാർട്ടിങ് ക്രെഡിറ്റ്സ് കാണിച്ചൊരു പടം. ഒരു രക്ഷയില്ല. ഈ അടുത്ത് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇമ്മാരിക്കില്ല. അമ്മാരി 3D എഫക്റ്റ് വരുന്നു ആ ഒരു ആക്ഷൻ സീക്വൻസിന്റെ ഇടയിലൂടെ. ടിപ്പിക്കൽ ഡെഡ്പൂൾ സ്റ്റഫ് മാൻ. ഫസ്റ്റ് ഡെഡ്പൂളിൽ ഇതുപോലൊരു സീനുണ്ട്. പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. അത് അതിൻ്റെ അപ്പനായിരുന്നു ഇതില്ല സീൻ. അമ്മാരി കിടിലൻ ഡയറക്ഷൻ ബൈ ഷോൺ ലെവിനെ കുറിച്ച് കുറച്ച് പറഞ്ഞേ പറ്റുള്ളൂ. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്താം. നൈറ്റ് അറ്റ് ദ മ്യൂസിയം പാർട്ട് 1 and 2 ഡയറക്റ്റ് ചെയ്ത മനുഷ്യനാണ്. റിയൽ സ്റ്റീൽ എന്നുള്ള വേറെ ലെവൽ പടം ഹ്യൂ ജാക്ക്മാൻ വെച്ച് ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് കിടിലൻ സിനിമകൾ സമ്മാനിച്ച ഒരു മനുഷ്യനാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ എക്സ്പീരിയൻസും പുള്ളിയുടെ സ്കില്ലും ഈ പടത്തിന് കാണാനുണ്ട്. താങ്ക് യു ഫോർ റിവൈവിങ് മാർവൽ ബ്രോ. അത്രേ ഉള്ളൂ. ഇത് ഞാൻ കൂടുതൽ പറയുമ്പോൾ എനിക്ക് ഒരുപാടുണ്ടാവും. പക്ഷെ മതി, ഇത് മതി. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ സിനിമ നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ വേണം നിങ്ങളത് എക്സ്പീരിയൻസ് അറിയാൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി സിനിമ കണ്ടിട്ട് ഞാൻ അഭിപ്രായത്തേക്കാം. ലെവൽ ക്രോസ് വൈകുന്നേരം 4 മണിക്ക് കാണാൻ പോകുന്നുണ്ട്. 11 മണിക്ക് മറ്റേ സിനിമ റായൻ, ധനുഷ് ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന സിനിമ. അതിനകത്ത് ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, പ്രകാശ് രാജ് ഉൾപ്പെടെ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായത്തേക്കാട്ടാ. അപ്പോൾ എല്ലാം കണ്ടു നോക്ക്. ബൈ.